ഹായ് എവ്രിവൺ. അപ്പോൾ നമ്മൾ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 27ാമത്തെ ക്ലാസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ SCRT 7ാം ക്ലാസ്സിലെ SCRT ബുക്കാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള വീഡിയോ ടാസ്കിന് ലിങ്ക് ഞാൻ താഴെ പിന്ന് ചെയ്തു വെക്കാം, കമന്റിൽ പിന്ന് ചെയ്തു വെക്കാം. ഓക്കെ, എല്ലാ ദിവസവും പഠിക്കേണ്ടത് നമ്മൾ കമന്റിൽ പിന്ന് ചെയ്ത് വെക്കും. എന്നിട്ട് അത് പഠിച്ചിട്ട് അടുത്ത ആഴ്ച ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം നടത്താം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദൈവങ്ങളുടെ തായ്വര എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചത്. ദൈവങ്ങളുടെ തായ്വര എന്നറിയപ്പെടുന്നത് കുളുവാണ്. കുളുവാണ് ദൈവങ്ങളുടെ തായ്വര എന്നറിയപ്പെടുന്നത്. കുളു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന താഴ്വര. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന താഴ്വര ഏതാണെന്നാണ് ചോദിച്ചത്. കുളുവാണ് ആൻസർ. ഓക്കെ, ഇതിന്റെ ആൻസർ കുളുവാണ്. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുളുവിലാണ്. നെക്സ്റ്റ് നോക്കാം. മനുവിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വര. മനുവിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നത് ഏത് താഴ്വരയാണ്? മണാലിയാണ്. മണാലിയാണ് മനുവിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വര. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏതാണ്? സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂരിയാണ്. ഓക്കെ, മസൂരിയാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്. ഇതെല്ലാം നിങ്ങൾ വെബ്സൈറ്റിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരു തവണ വീഡിയോ കേട്ടാൽ തന്നെ പിന്നീട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അത് നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്നാണ് ആറാമത്തെ ചോദ്യം. ബിയാസ് ആണ്. ബിയാസ് ആണ് കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വതനിര. ശിവന്റെ തിരുമുടി എന്നറിയപ്പെടുന്നത് ശിവാലിക്കാണ്, അല്ലെങ്കിൽ ശിവാലിക്കാണ്. ശിവന്റെ തിരുമുടി എന്ന് അർത്ഥം വരുന്ന പർവ്വതനിര. ഓക്കെ, ശിവാലിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷിംല, മസൂരി, ഇവിടെ മസൂരി എന്നാണ്. ഷിംല, മസൂരി, നൈനിറ്റാൾ, അൽമോറ, ഡാർജിലിംഗ് എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് താഴ്വര. സുഖവാസ കേന്ദ്രങ്ങൾ ഉള്ളത് എവിടെയാണ്? ഹിമാചലിലാണ് അല്ലെ. ഹിമാചൽ. ചൽ ചൽ എന്നതിനെ നമ്മൾ ചിൽ എന്നോർത്ത് വെച്ചിരുന്നു. ജോഗ്രഫി പഠിക്കുമ്പോൾ നമ്മൾ കോഡ് ഉപയോഗിച്ച് പഠിച്ചതാണ് ചിൽ അല്ലെ. നമ്മൾ ടൂർ പോകുമ്പോഴാണ് സാധാരണ ചിൽ എന്ന് പറയാറ്. അപ്പൊ ഹിമാചലിലാണ് എന്തുള്ളത്? പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഗംഗാ സമതലവുമായി ചേർന്ന് നിൽക്കുന്ന പർവ്വതനിര. ഗംഗാ സമതലവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പർവ്വതനില ഏതാണെന്നാണ് ചോദിച്ചത്. ശിവാലിക്കാണ്. ഓക്കെ, ഗംഗാ സമതലവുമായി ചേർന്ന് നിൽക്കുന്ന പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ ശിവാലിക്കാണെന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡൂണുകൾ കാണപ്പെടുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചത്. ഡൂണുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ശിവാലിക്കിൽ തന്നെയാണ് അല്ലെ. ശിവാലിക്കിലാണ് ഡൂണുകൾ കാണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ചോദിച്ചത്. ഹിന്ദു കുഷാണ്. ഹിന്ദു കുഷാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ഹിന്ദു കുഷ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പീക്ക് 15 എന്ന് ആരംഭത്തിൽ അറിയപ്പെട്ട കൊടുമുടി. പീക്ക് 15 എന്ന് ആരംഭത്തിൽ അറിയപ്പെട്ട കൊടുമുടി ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. ഓക്കെ, മൗണ്ട് എവറസ്റ്റ് ആണ് പീക്ക് 15 എന്ന് ആരംഭത്തിൽ അറിയപ്പെട്ട കൊടുമുടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തവയിൽ ഹിമാലയൻ നദികളിൽ പെടാത്തത് ഏത്? താഴെ കൊടുത്തവയിൽ ഹിമാലയൻ നദികളിൽ പെടാത്തതാണ് ചോദിച്ചത്. സിന്ധു, ഗോദാവരി, ഗംഗ, ബ്രഹ്മപുത്ര. ഇതിൽ ഗോദാവരിയാണ് ഹിമാലയൻ നദികളിൽ പെടാത്തത് അല്ലെ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവ എന്താണ്? ഹിമാലയൻ നദികളാണ്. അപ്പൊ ഹിമാലയൻ നദികളിൽ പെടാത്തത് ഇവിടെ കൊടുത്തത് ഗോദാവരിയാണെന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏതാണെന്നാണ് ചോദിച്ചത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? സിന്ധു ആണ്. സിന്ധു ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി. ഋഗ്വേദത്തിൽ, ഋഗ്വേദങ്ങളിൽ എന്നല്ല, ഇവിടെ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ് ആൻസർ വരുന്നത്? സിന്ധു ആണ് അല്ലെ. സിന്ധു ആണ് ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി. സിന്ധു നദിയാണ്
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടർബേല ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചത്. ടർബേല ഡാം സ്ഥിതി ചെയ്യുന്നത് സിന്ധു നദിയിലാണ്. ഓക്കെ, ടർബേല ഡാം സ്ഥിതി ചെയ്യുന്നത് സിന്ധു നദിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി ഏതാണ്? സിന്ധു ആണ്. സിന്ധു ആണ് ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരം. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? സിന്ധുവാണ്. അല്ലെ, സിന്ധുവാണ് മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് എത്ര കിലോമീറ്റർ ആണ്? 709 കിലോമീറ്റർ ആണ്. ഓക്കെ, സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 709 കിലോമീറ്റർ ആണ്. എന്നാൽ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 1114 കിലോമീറ്റർ എന്നും കാണുന്നുണ്ട്. ഓക്കെ, 1114 കിലോമീറ്റർ എന്നും കാണുന്നുണ്ട്. അതും നോട്ട് ചെയ്തു വെക്കുക. എന്നാൽ ഇത്രയും കാലം കണ്ടിരുന്നത് 709 കിലോമീറ്റർ എന്നായിരുന്നു. അപ്പൊ ഈ രണ്ട് ആൻസറും പഠിച്ചു വെക്കുക. 1114 എന്നും പഠിച്ചു വെക്കുക, 709 എന്നും പഠിച്ചു വെക്കുക. ഓപ്ഷൻ അനുസരിച്ച് ആൻസർ ചെയ്ത. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 709 കിലോമീറ്റർ. നെക്സ്റ്റ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദി ജലകരാർ ഒപ്പുവെച്ചത് എവിടെ വെച്ചാണെന്നാണ് ചോദിച്ചത്. എവിടെ വെച്ചാണ്? കറാച്ചിയിൽ വെച്ചാണ്. ഓക്കെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദി കരാർ ഒപ്പുവെച്ചത് കറാച്ചിയിൽ വെച്ചിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അയ്യൂബ് ഖാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച വർഷം. ഒപ്പുവെച്ചത് എപ്പോഴാണെന്നാണ് ചോദിച്ചത്. ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ് സിന്ധു നദി കരാർ ഒപ്പുവെച്ചത്. വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1960 ആണ്. ഓക്കെ, 1960 സെപ്റ്റംബർ 19. 1960 സെപ്റ്റംബർ 19 സിന്ധു നദി ജലകരാർ ഒപ്പുവെച്ചത്. ആരൊക്കെ തമ്മിലായിരുന്നു? ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അയ്യൂബ് ഖാനും തമ്മിലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തവയിൽ സിന്ധു നദി ജലകരാർ പ്രകാരം ഇന്ത്യക്ക് അവകാശമുള്ള നദികളിൽ പെടാത്തത്. താഴെ കൊടുത്തവയിൽ സിന്ധു നദി ജലകരാർ പ്രകാരം ഇന്ത്യക്ക് അവകാശമുള്ള നദികളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ് കൊടുത്തത്? രവി, സിന്ധു, സത്ലജ്, ബിയാസ്. ഇതിൽ രവിയും സത്ലജും ബിയാസും ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ്. എന്നാൽ സിന്ധു പാകിസ്ഥാന് അവകാശപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് സിന്ധു എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തവയിൽ സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാന് അവകാശപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. താഴെ കൊടുത്തവയിൽ ഏതാണ് പാകിസ്ഥാൻ അവകാശപ്പെടാത്തത്? ഏതൊക്കെയാണ് കൊടുത്തത്? സിന്ധു, ബിയാസ്, ജലം, ചിനാബ്. ഇതിൽ നമുക്കറിയാം സിന്ധുവും ജലവും ചിനാബും പാകിസ്ഥാൻ അവകാശപ്പെട്ടതാണ്. ബിയാസ് ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ആൻസർ ബിയാസ് എന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി, പാകിസ്ഥാനിന്റെ ദേശീയ നദി, പാകിസ്ഥാനിന്റെ ജീവരേഖ എന്നെല്ലാം അറിയപ്പെടുന്നത് സിന്ധു നദിയാണ്. ഓക്കെ, പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി, പാകിസ്ഥാനിന്റെ ദേശീയ നദി, പാകിസ്ഥാനിന്റെ ജീവരേഖ എന്നെല്ലാം അറിയപ്പെടുന്നത് സിന്ധു നദിയാണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിന്ധു നദി ചുറ്റിയൊഴുകുന്ന ഇന്ത്യയിലെ പട്ടണം. സിന്ധു നദി ചുറ്റിയൊഴുകുന്ന ഇന്ത്യയിലെ പട്ടണമാണ് ലേ. ലേയാണ് സിന്ധു നദി ചുറ്റിയൊഴുകുന്ന ഇന്ത്യയിലെ പട്ടണം. നെക്സ്റ്റ്, പടിഞ്ഞാറോട്ടൊഴുകുന്ന അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. ഓക്കെ, സിന്ധു ആണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന അല്ലെങ്കിൽ അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി. ഇപ്പൊ നമ്മൾ ഇന്ന് 27ഓളം ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സിലബസ് കവർ ചെയ്ത് തീർക്കാം. അടുത്ത മാസം മുതൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സയൻസ് പഠിച്ചു തുടങ്ങും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്